കരയുദ്ധത്തിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഈ തയ്യാറെടുപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല. മൾട്ടിപ്പിൾ ബാറ്റിൽ ഫീൽഡുകൾ ഉണ്ടാവും എന്നൊരു നിഗമനത്തിലാണ് നിന്നുകൊണ്ടാണ് ഇറാൻ പ്രോക്സികളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറയുന്നത് 10 ലക്ഷം, അതായത് 1 മില്യൺ സോൾജിയേഴ്സ് വിൽ ബി അറ്റ് അവർ ബെക്ക് ആൻഡ് കോൾ. ഒരു യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നിരിക്കില്ല. 1, 2, 3, 4 നിരകൾ തയ്യാറാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇസ്രയേലിനെതിരെ ഇറാൻ വിടുന്ന ഏതെങ്കിലും ഒരു മിസൈലിൽ, പതിക്കുന്നൊരു മിസൈലിൽ ആണവ ബോംബാണ് പോർമുനയായി ഘടിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഫലം? ആ രാജ്യം അവിടെ ഉണ്ടാവുമോ? വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് ഒപ്പമുള്ളത്. ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യയിൽ കരസേന ഇറങ്ങിയെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ അറിയിച്ചതിന് പിറകെ രൂക്ഷമായ പ്രതികരണമാണ് ഇറാൻ നടത്തിയത്. താങ്കൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ കരസേനയെ ഇറക്കി നടത്തുന്ന ഏതുതരം അധിനിവേശവും ദുരന്ത സമാനമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് അവർ നല്ല ഭക്ഷണമായിരിക്കുമെന്നുമാണ് ഇറാൻ സൈന്യം പ്രതികരിച്ചത്. ഇതിന് പിന്നാലെ ഇസ്രയേലിലെ തെക്കൻ മേഖലയിലെ അഡാമ കെമിക്കൽ പ്ലാന്റ് ഇറാൻ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇറാനും തയ്യാറെടുത്തോ ഒരു കരയുദ്ധത്തിന്? അങ്ങനെ വേണമോ വിലയിരുത്താൻ? കരയുദ്ധത്തിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഈ തയ്യാറെടുപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ, ഇസ്ലാമിക് റവല്യൂഷൻ, ആയത്തുള്ള ഖൊമേനി നയിച്ച ഒരു വിപ്ലവം ഉണ്ടല്ലോ, ഇറാൻ ഷായെ പുറത്താക്കിയ, അന്ന് മുതൽ തന്നെ അമേരിക്കയോട് പോരടിക്കാൻ മാനസികമായും മിലിറ്ററിസ്റ്റിക്കായും തയ്യാറായി നിന്നൊരു രാജ്യമാണ് ഇറാൻ. അന്ന് മുതലെടുത്ത എല്ലാ നിലപാടുകളും കർശനമായ അമേരിക്ക വിരുദ്ധതയിലും ഇസ്രയേൽ വിരുദ്ധതയിലും ഊന്നിയ നിലപാടുകളാണ്. പല ആവർത്തി സാങ്ഷൻസ്, ഉപരോധത്തിന് വിധേയമായി ഇറാൻ. പക്ഷെ അപ്പോഴും പിടിച്ചു നിന്നു. ഈ സൈനിക ബലം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇറാൻ ശ്രമിച്ചു. ഈ യുദ്ധം ആത്യന്തികമായി സംഭവിക്കും എന്നത് കൊണ്ടുകൂടിയാണ് മൾട്ടിപ്പിൾ പോർമുഖങ്ങൾ, മൾട്ടിപ്പിൾ ബാറ്റിൽ ഫീൽഡുകൾ ഉണ്ടാവും എന്നൊരു നിഗമനത്തിലാണ് നിന്നുകൊണ്ടാണ് ഇറാൻ പ്രോക്സികളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. 1 പ്രോക്സികൾ, 2 രാജ്യങ്ങളെ തന്നെ കൂടെ നിർത്തുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബാഷർ അൽ അസദ് ഭരിച്ചിരുന്ന സിറിയയെ കൂടെ നിർത്തി. സോവിയറ്റ് യൂണിയൻ്റെ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ, പിന്നീട് റഷ്യ പിൻബലമുണ്ടായിരുന്നു. അപ്പം മേഖലയിൽ ഈ സൗദിയും അറബ് രാജ്യങ്ങളും ഒരു വശത്തും, മറുപക്ഷത്ത് ഇറാനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും, ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും എന്ന നിലയിലേക്ക് മാറി. അങ്ങനെയാണ് പ്രോക്സീസ്, ഹമാസ് എന്ന പ്രോക്സി ഗ്രൂപ്പിനെ അത് സൃഷ്ടിച്ചത് ഇസ്രായേൽ തന്നെയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാഞ്ഞ ബുദ്ധിയിൽ തുടങ്ങിയ ഒരു ആശയമാണ് ഈ PLOയ്ക്ക് ബദലായി, യാസർ അറഫത്തിൻ്റെ പോപ്പുലാരിറ്റിയെ തടുക്കാൻ PLOയ്ക്ക് ബദലായി കുറച്ചുകൂടെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഒരു ഔട്ട്ഫിറ്റിനെ കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് ഫത്താ പാർട്ടിക്ക് ബദലായി കൊണ്ടുവന്നൊരു സംവിധാനമാണ് ഹമാസ്. അത് പിന്നീട് പിടിവിട്ടുപോയി, ഇസ്രായേലിന് പിടിവിട്ടുപോയി. ഹമാസ് ഗാസയിലേക്ക് കേന്ദ്രീകരിച്ചു. അതുമുതൽ ഇറാൻ്റെ സാമ്പത്തിക സഹകരണം, സൈനിക സഹകരണം എല്ലാം തന്നെ അവർ കിട്ടുന്നു. അതുപോലെ ഇസ്രായേലിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഇറാൻ ചെയ്ത ഒരു പദ്ധതിയാണ് വടക്കുള്ള ലെബനനിലെ, അതിൻ്റെ തെക്ക് ഭാഗത്ത് ഹിസ്ബുള്ള എന്ന, അത് ഷിയ മിലിഷ്യ തന്നെയാണ്. അവർ വെൽ ട്രെയിൻഡാണ്, വർഷങ്ങളായിട്ടുള്ളൊരു മിലിഷ്യ സംവിധാനമാണ്. അവരെ ആളുവർദ്ധവും നൽകി സഹായിക്കുന്ന ഒരു പോളിസി. അതുപോലെ ഇങ്ങകലെ ഇപ്പോൾ റെഡ് സീ ഉൾപ്പെടെ ഇറാൻ്റെ സ്വാധീന മേഖലയായി നിലനിർത്തണമെങ്കിൽ അവിടെ ഒരു ഫുട് ഹോൾഡ് ഉണ്ടാകണം. യമൻ എന്ന രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം, വടക്കും പടിഞ്ഞാറുമുള്ള ഭാഗത്ത് ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ, പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഹൂതി. അവിടെയും ഷിയ സാന്നിധ്യമാണ് അവിടെയും കാണുന്നത്. അപ്പം വിവിധ ഗ്രൂപ്പുകളെ, ഷിയ ഗ്രൂപ്പുകളുമുണ്ട്, അതിന് സുന്നി ഗ്രൂപ്പുകളുമുണ്ട്, ഇതൊന്നും അല്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യാതെ നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം നിലനിർത്തി ആത്യന്തികമായി അമേരിക്കയ്ക്കെതിരെ, ഇസ്രയേലിനെതിരെ അവരൊന്നാണെന്നറിയാം. അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കുമെന്നറിയാം. ഇങ്ങനൊരു യുദ്ധം ഉണ്ടാവും. ആത്യന്തികമായി അത് കരയുദ്ധമായി മാറും. അതുകൊണ്ട് വിമാനങ്ങളിലൊന്നും വലിയ ശ്രദ്ധ ചെലുത്തിയില്ല ഇറാൻ. വലിയ രീതിയിൽ കരസേന വിന്യസിച്ചു. കാരണം കരയുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ കരസേന ഉണ്ടാകണമല്ലോ. ഏതാണ്ട് 5,75,000 റെഗുലർ ട്രൂപ്സ് ഇറാനുണ്ട്. അപ്പോൾ ആ പ്രദേശത്തെ, മധ്യപൗരസ്യ പ്രദേശത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് എണ്ണം കൊണ്ട്, ഗുണമേന്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല, എണ്ണം കൊണ്ട് ഇറാൻ. അതുപോലെ 2 ലക്ഷത്തോളം റിസർവ് സൈനികർ, പിന്നെ പുതിയതായി റിക്രൂട്ട് ചെയ്യാവുന്ന സൈനികർ. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറയുന്നത്
10 ലക്ഷം, അതായത് 1 മില്യൺ സോൾജിയേഴ്സ് വിൽ ബി അറ്റ് അവർ ബെക്ക് ആൻഡ് കോൾ. ഞങ്ങൾ കൽപ്പിച്ചാൽ യുദ്ധത്തിനിറങ്ങുന്ന 10 ലക്ഷം പേരുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന മറ്റൊന്നുകൂടിയുണ്ട്, ഇതൊന്നും വേണ്ടി വരില്ല. പലപ്പോഴും ആകാശങ്ങളിലാണ് യുദ്ധം പലപ്പോഴും നടക്കുന്നത്. അവിടെ കരയിൽ വലിയ സന്നാഹങ്ങളുണ്ട്, വലിയ നമ്പറുകളുണ്ട്, ടാങ്കുകളുണ്ട്, കവചിത വാഹനങ്ങളുണ്ട്, പിന്നെ പീരങ്കികളുണ്ട്. ഇതൊന്നും പലപ്പോഴും വേണ്ടി വരില്ല. വേണ്ടി വരുന്നത് മിസൈലുകളാണ് എന്നും ഇറാൻ അറിയാം. എയർക്രാഫ്റ്റുകൾ പറന്നു പോകാനാവില്ല എന്നറിയാം, ബോംബ് ചെയ്യപ്പെടുമെന്നറിയാം, കരസേന ഒരുപക്ഷെ ഉപയോഗിക്കപ്പെടില്ലെന്നറിയാം. പക്ഷേ കരസേന ആത്യന്തികമായ ഒരു യുദ്ധത്തിന് വേണ്ടി കരസേനയെ സജ്ജമാക്കി നിർത്തണം. ആമേർഡ് വെഹിക്കിൾസ്, ടാങ്കുകൾ ഉൾപ്പെടെ സജ്ജമാക്കി വെക്കണം. അതെല്ലാം ഇറാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക മടിച്ചു നിൽക്കുന്നത്. ഒരു ഓൾ ഔട്ട് കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക ഒരു അവസരം, ആനുകൂല്യം ഇപ്പോഴില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. ഇസ്രായേലിന് കാര്യമായ കരസേനകളെ അയക്കാനില്ല. ഏതാണ്ട് ഇറാൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ്റെ കരസേനയേക്കാൾ വളരെ വളരെ കുറവാണ്. 1,70,000 പേര് മാത്രമേ ഉള്ളൂ ഇസ്രായേലിൻ്റെ കരസേനയിൽ. പിന്നെ കുറച്ച് റിസർവ് സൈനികരെ പെട്ടെന്ന് വിളിച്ചാൽ കിട്ടും. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമല്ലേ, കേവലം ജൂതന്മാരായ 70 ലക്ഷത്തോളം പേരേ ഉള്ളൂ. ആകെ ജനസംഖ്യ തന്നെ 90 ലക്ഷം പേരാണ്. 1 കോടിയിൽ താഴെ ജനമുള്ള ചെറിയ രാജ്യമായ ഇസ്രായേലിന് വലിയ ഒരു ആൾബലം ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ആൾബലത്തിലല്ല കാര്യം, വെപ്പൺസിൻ്റെ പ്രഹരശേഷിയിലും ഷാർപ്നെസ്സിലും ടെക്നോളജിയിലും ബാക്കപ്പിലുമാണ്. ആകാശത്ത് നിന്നുകൊണ്ട് ബാക്കപ്പ് നൽകാൻ കഴിയുന്ന ആരോ, കരയുദ്ധമാണെങ്കിൽ പോലും ഏറിയൽ ഇൻഫർമേഷൻ കൊടുക്കണം. അമേരിക്കയിലെ ബാറ്റിൽ ഫോർമേഷനെ കുറിച്ച് ഇറാന് കൃത്യമായ ഇൻപുട്ട് ലഭിക്കണമെങ്കിൽ സാറ്റലൈറ്റുകൾ വർക്ക് ചെയ്യണം. ഇറാൻ്റെ സാറ്റലൈറ്റ് എത്രയും വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് റഷ്യയും ചൈനയും നൽകുന്ന കൃത്യം ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ, ഈ സാറ്റലൈറ്റ് ഇൻപുട്ടുകൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ സർവനാശമാണ്. നിങ്ങളുടെ ശരീരങ്ങൾ, അമേരിക്കൻ ഭടന്മാരുടെ ശരീരങ്ങൾ സ്രാവിന് ഭക്ഷണമാകും. പേർഷ്യൻ ഗൾഫിലെ കൊമ്പൻ സ്രാവുകൾ ഈ ശരീരങ്ങൾ ഭക്ഷിക്കും എന്ന രീതിയിൽ ഇറാനും കടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ആ ബലത്തിലായിരിക്കണം. ഇവിടെ ഈ ഇറാനും കരയുദ്ധത്തിന് തയ്യാറെന്ന സൂചനകൾ വരുമ്പോൾ തന്നെ ഇറാന്റെ മിസൈലുകളെ കുറിച്ചും ചർച്ചകൾ തകൃതിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അതായത് ഇറാനിൽ യുദ്ധമുണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ മുൻപ് പരന്നപ്പോഴെല്ലാം തങ്ങളുടെ കൈവശമുള്ള മിസൈൽ ശേഖരത്തെക്കുറിച്ച് ഇറാൻ വെളിപ്പെടുത്തിയിരുന്നു. അതിശക്തമായ മാരക പ്രഹരശേഷിയുള്ള വിനാശകാരികളായ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചായിരുന്നു അന്ന് ചർച്ചകൾ. പക്ഷേ ഈ യുദ്ധം തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ വലിയ ഹൈപ്പ് നൽകിയ ആ വിനാശകാരികളായ മിസൈലുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ശക്തമാണ്. തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരികളായ അത്യാധുനിക മിസൈലുകൾ ഇതുവരെ ഇറാൻ പ്രയോഗിക്കാത്തതാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരെ അടക്കം അമ്പരപ്പിക്കുന്നതായി ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കരുത്തന്മാരായ ഖാസിം ബാസർ, ഇമാദ്, ഫത്താറ്റു എന്നീ മിസൈലുകളൊന്നും ഇറാൻ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അത് പുറത്തെടുത്തിട്ട് പോലുമില്ല എന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഈ യുദ്ധത്തിന്റെ ഗതി മാറുമ്പോൾ കൂടുതൽ കനത്ത പ്രഹരം ശത്രു രാജ്യങ്ങൾക്ക് വരുത്തിവെക്കാൻ കണക്കിലെടുത്ത് പിന്നീട് പ്രയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണോ ഈ ഒരു മിസൈൽ? അതായത് കരയുദ്ധം തുടങ്ങാൻ പോകുകയാണല്ലോ, കരയുദ്ധം തുടങ്ങിയാൽ ആക്രമണ മൂർച്ച കൂട്ടാൻ എടുത്തു വെച്ചിരിക്കുകയാണോ ഈ ഒരു മിസൈലുകൾ? ഒരു യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നിരിക്കില്ല. മെല്ലെ തുടങ്ങി ഒരു ദീർഘമായ യുദ്ധമാണ് ഇറാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇറാൻ അറിയാമായിരിക്കണം, ഉള്ളിൽ നിന്നുകൊണ്ട് ഇറാൻ അറിയാം ഈ യുദ്ധം ഉടനെ എങ്ങും അവസാനിക്കില്ല. അതാണ് ഇറാൻ ആദ്യമേ പറഞ്ഞത്, യുദ്ധം നിങ്ങൾക്ക് തുടങ്ങാം, പക്ഷേ എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ എത്രയും ദീർഘിക്കുന്നെങ്കിൽ ദീർഘിക്കട്ടെ. തങ്ങളുടെ തലപ്പത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നറിയാത്ത രാജ്യമല്ല ഇറാൻ. 1-ാം ദിവസം 1-ാം മണിക്കൂറിൽ തന്നെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. അതോടൊപ്പം 48 വലിയ നേതാക്കൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൽ അമേരിക്ക ഒരുപക്ഷെ ഭാവിക്ക് വേണ്ടി ഭാവി നേതൃത്വമായി കണ്ടിരുന്നവരും അതോടൊപ്പം തന്നെ ആക്സിഡൻ്റലായി കൊല്ലപ്പെട്ടു എന്നതാണ് അതിൻ്റെ വിധി വൈപരീത്യം. എന്നിരുന്നാലും 2-ാം നിര നേതൃത്വം ഏറ്റെടുത്തു. അവരെയും വലിയ നമ്പർ IRGCയുടെ ഉൾപ്പെടെ തലപ്പത്ത് 2-ാമത് നിര നാവികസേനാ തലവൻ എന്നിങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ വീണ്ടും വധിച്ചു. 3-ാം നിര, ഇപ്പോൾ 1, 2, 3, 4 നിരകൾ തയ്യാറാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. ഒരുപക്ഷെ പരമോന്നത നേതാവായ ആയത്തുള്ള മുജ്തബ ഖൊമേനി പോലും വധിക്കപ്പെട്ടേക്കാം. പക്ഷേ അതിന് പകരം മറ്റൊരാൾ ഉണ്ടാവും. IRGC തലപ്പത്ത് ഒരാളെ വധിക്കപ്പെട്ടേക്കാം, പുതിയ IRGC ചീഫ് ഉണ്ടാകും. അല്ലേ, എല്ലാത്തിനും പരിഹാരം കണ്ടുകൊണ്ട് തന്നെ ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോഴത്തെ ഒരു ക്രമത്തിൻ്റെ, ഒരു ഭരണകൂടമെന്ന് മാത്രം ഞാൻ പറയുന്നില്ല,
ഇറാൻ മേലധികാരികൾ റിലീജിയസ് ക്ലറിക്സ് നിയന്ത്രിക്കുന്ന IRGC എന്ന സംവിധാനത്തിൻ്റെ കൺട്രോളിൽ വരുന്നതുമായ ഇറാൻ എന്ന രീതി. കാരണം ആർമി, നേവി, എയർഫോഴ്സ്, ഇനി കൃഷി, ടെക്നോളജി, ഇൻഡസ്ട്രി, എല്ലാത്തിൻ്റെ മേലും എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എന്തിൻ്റെ മേലും IRGC ഒരു കൺട്രോൾ വെക്കുന്നു. ഈ ക്രമം മാറണമെന്നാണല്ലോ അമേരിക്ക ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മാറണമെങ്കിൽ യുദ്ധത്തിലൂടെ, കരയുദ്ധത്തിലൂടെ മാത്രമേ മാറാനാവൂ. അവിടെയാണ് മിസൈലുകൾ. ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ ചോദ്യത്തിൽ സൂചന, ഇറാൻ്റെ കൈവശമുള്ള മിസൈലുകൾ എവിടെ? നമ്മൾ കണ്ട മിസൈലുകളൊക്കെ വലിയ പ്രഹരശേഷി ഇല്ലാത്ത മിസൈലുകളാണ്. ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത് അതിനെ തടുക്കാനായി, ചെറുക്കാനായി പേട്രിയോട്ട് സിസ്റ്റം വർക്ക് ചെയ്യും, THAAD സിസ്റ്റം വർക്ക് ചെയ്യും. ഒരുപാട് ഏറിയൽ ഡിഫൻസ് ഉണ്ടാകും അമേരിക്കയും ഇസ്രായേലിനും. ഇത് പരമാവധി കളയുക. ഇങ്ങനെ വരുന്ന ഓലപ്പടക്കങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകൾ, കേവലം $20,000-25,000 മാത്രം വില വരുന്ന ഡ്രോണുകളെ തകർക്കാൻ അതിൻ്റെ 100 ഇരട്ടി ചെലവ് വരുന്ന THAAD പേട്രിയോട്ട് സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആരോ സിസ്റ്റം, ഡേവിഡ് സ്ലിംഗ്, അയൺ ഡോം, ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തൊരു നഷ്ടമാണ് ഉണ്ടാവുക? അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ വ്യോമ പ്രതിരോധ ശക്തി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും, അത് ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന അമേരിക്കയുടെയും താവളങ്ങളിലെ വ്യോമ പ്രതിരോധ ശക്തി കുറഞ്ഞു വരുമ്പോൾ തങ്ങളുടെ ആവനാഴിയിലെ ശക്തമായ ആയുധങ്ങൾ പുറത്തെടുക്കാം. ഇമാദ് മിസൈൽ പുറത്തെടുക്കാം, ഫത്ത-2 മിസൈൽ പുറത്തെടുക്കാം. ശബ്ദാതിവേഗ മിസൈലുകളുടെ ശേഖരമുണ്ട്. വൻ ശേഖരമൊന്നും ആയിരിക്കില്ല, ഒരു ശേഖരമുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബിൽഡ് ചെയ്ത, ഇറാൻ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തതും ഒക്കെയായ മിസൈലുകളുണ്ട്. ഇവിടെയാണ് ഇറാൻ ശക്തി കൊടുക്കുന്നത്. കാരണം ഇറാൻ അറിയാം, മിസൈലുകൾ ഒളിപ്പിച്ചു വെക്കാം. മലനിരകളിൽ, ഗുഹകളിൽ, അണ്ടർഗ്രൗണ്ട് ടണലുകളിൽ, ബങ്കറുകളിൽ ഒളിപ്പിച്ചു വെക്കാം. ഈ ഒളിപ്പിച്ചു വെക്കുന്നത് ആവശ്യാനുസരണം പുറത്തെടുത്ത് കൃത്യമായി ഉപയോഗിക്കണമെങ്കിൽ മറുപക്ഷത്തെ വ്യോമ പ്രതിരോധ സംവിധാനം കൊളാപ്സ് ചെയ്യണം. ഇപ്പോൾ ചെറിയ കൊളാപ്സ് അവിടെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രയേലിൽ കഴിഞ്ഞ ഒരാഴ്ച കൂടുതൽ നാശനഷ്ടങ്ങൾ, ആദ്യ ആഴ്ചകൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങളാണ് രണ്ടാമത്തെ ആഴ്ച. മൂന്നാമത്തെ ആഴ്ച അതിനേക്കാൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ 4ാമത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കൃത്യതയുള്ള സ്ട്രൈക്സ് ഇറാൻ നടത്തുന്നത്, കൂടുതൽ കാര്യക്ഷമമായ മിസൈലുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നതാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ ശ്രദ്ധ കരയുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കൻ താവളങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയാണ്. അപ്പം മറുപദ്ധതി അമേരിക്കയും ഒരുക്കുന്നു. എന്തുകൊണ്ടാണ്? ഇറാൻ്റെ മിസൈൽ ശേഖരങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്തി, അത് കരസേന ഓപ്പറേഷനിലൂടെ കണ്ടെത്തണം. ഭഗീരഥ പ്രയത്നമാണ്. അത് കണ്ടെത്തി അവയെ നിർവീര്യമാക്കണം. ഏറിയൽ ബൊമ്പാർട്ട്മെൻറ്റിലൂടെ കുറേയൊക്കെ നശിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് പെനിട്രേറ്റ് ചെയ്യാനാവാത്ത അടിയിൽ ഇരിക്കുന്ന, ആഴങ്ങളിലിരിക്കുന്ന മിസൈലുകളെ കണ്ടെത്തണം. അതിന് ഹ്യൂമൻ ഇൻ്റലിജൻസ്, ടെക് ഇൻറ്റു മാത്രം പോരാ, ഹ്യൂം ഇൻറ്റും ആവശ്യമായി വരും എന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. ഇസ്രായേലും പറയുന്നത് അതാണ്. ഇവരെല്ലാം, എല്ലാ മിസൈലുകളും ഇസ്രായേലിൻ്റെ ചാരക്കണ്ണിൽ, അമേരിക്കയുടെ ചാരക്കണ്ണിൽ എന്ന് പറയാനാവില്ലല്ലോ. 100 ആയിരക്കണക്കിന് ലോഞ്ചേഴ്സാണുള്ളത്. ഈ ലോഞ്ചേഴ്സ് പലതും സഞ്ചരിക്കുന്ന ലോഞ്ചേഴ്സാണ്, ഫിക്സ്ഡ് അല്ല. വലിയ ട്രക്ക് പോലെയുള്ള വാഹനങ്ങളിൽ ഘടിപ്പിച്ച മിസൈലുകളാണ്. ഇത് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ഗതി മാറിക്കൊണ്ടിരിക്കും, ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കണ്ടെത്തി തകർക്കുക എന്നത്, അതിൻ്റെ ഒരു 1/3 തകർത്തിട്ടുണ്ടാവണം ലോഞ്ച് പാഡുകൾ. ബാക്കി അവശേഷിക്കുന്നു. പിന്നെ മറ്റ് ഇടങ്ങളിൽ നിന്നും ലോഞ്ച് ചെയ്യാനുണ്ടാകും. ഒരിക്കൽ പോലും വെളിയിൽ വന്നിട്ടില്ലാത്ത ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ടാകാം. ഇതെല്ലാം കണ്ടുപിടിച്ച് തകർക്കുക ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആണവശേഖരം. എന്തിന് കരയുദ്ധം? ആണവശേഖരം ഇറാൻ ഉണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 475 കിലോഗ്രാമോളം ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 10 ആറ്റം ബോംബുകൾ, ഒരു ഹിരോഷിമ ടൈപ്പ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു 10 ന്യൂക്ലിയർ ഡിവൈസസ് ഉണ്ടാക്കാനുള്ള ഒരു ബോംബ് ശേഖരമാണ്. പക്ഷേ 60% സമ്പുഷ്ടീകരണമേ നടന്നിട്ടുള്ളൂ. അത് വെച്ചുണ്ടാക്കാൻ ഒക്കുന്നത് ഒരു തരം ഡേർട്ടി ബോംബാണ്. അതും പ്രഹരശേഷി ഉണ്ടാവാം. പക്ഷേ കൂടുതൽ പ്രഹരശേഷി ഉണ്ടാകണമെങ്കിൽ 90% യുറേനിയം 235, 238 വികസിപ്പിക്കണം. അല്ലെങ്കിൽ 90% സമ്പുഷ്ടീകരണം ഉണ്ടാവണം. അത് ടെക്നോളജി ഇറാൻ്റെ കൈവശം ഉണ്ട് എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല.
ഇറാൻ അവകാശപ്പെടുന്നത് അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒന്നും ബങ്കർ ബസ്റ്റർ ബോംബുകളിലൂടെയൊന്നും എത്തിച്ചേരാനാവാത്ത ആഴങ്ങളിൽ തങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ സൂക്ഷിച്ചു വെച്ചതിൻ്റെയൊക്കെ കവാടത്തിൽ ബോംബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇസ്ഫഹാൻ, പിന്നെ അത് ഫർദോ, നഥാൻസ്, ഈ 3 ഇടങ്ങളിൽ ശക്തമായ ആക്രമണമുണ്ടായി. അവിടെ ഖുറംഷെയറിലും ആക്രമണമുണ്ടായി. അപ്പം ഇതെല്ലാം ആക്രമണമുണ്ട്. ഇതിനൊക്കെ അടിയിൽ ഇപ്പോഴും ട്രാപ്ഡായി ആ യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാവാം. അതൊരു നേരിട്ടുള്ള ഫിസിക്കൽ ഓപ്പറേഷനിലൂടെ റിട്രീവ് ചെയ്തെടുക്കണം, എന്നിട്ടത് കൊണ്ടുപോകണം. അല്ല എങ്കിൽ നാളുകളിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ബോംബ് നിർമ്മാണത്തിലേക്ക് കടക്കും. അതുകൊണ്ട് ഇറാൻ്റെ ഭരണകൂടം മാറണം, അവർ ബോംബ് ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഭരണകൂടം നിലനിൽക്കുകയും ഈ ആണവ ഫിസൈൽ മെറ്റീരിയൽ അവിടെ നിൽക്കുകയും ഒരു സമാധാന കരാറിലൂടെ എങ്ങനെയെങ്കിലും ഇറാൻ ഊരിപ്പോരുകയും ചെയ്താൽ നാളെ ഇതെടുത്ത് അവർ ആണവ ബോംബ് ഉണ്ടാക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അവർക്ക് മിസൈലുകൾ ഉണ്ടല്ലോ, ഘടിപ്പിക്കാനുള്ള മിസൈലുകൾ ഉണ്ടല്ലോ. സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് ഏതെങ്കിലും ഇസ്രായേലിനെതിരെ ഇറാൻ വിടുന്ന ഏതെങ്കിലും ഒരു മിസൈലിൽ, പതിക്കുന്നൊരു മിസൈലിൽ ആണവ ബോംബാണ് പോർമുനയായി ഘടിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഫലം? ആ രാജ്യം അവിടെ ഉണ്ടാവുമോ? ഇസ്രായേൽ എന്ന രാജ്യം അവിടെ ഉണ്ടാവില്ലല്ലോ, ചെറിയ രാജ്യമല്ലേ. അതുപോലെ ഗൾഫിൽ UAE-യിലോ മറ്റോ വന്ന് വീഴുന്നൊരു അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പോലും ആലോചിക്കുന്ന പോലും ഭയപ്പെടുത്തുന്ന കാര്യമല്ലേ. എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുക. അതുകൊണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഫിസിക്കലി അവിടെ കടന്നു ചെന്ന് ഇത് ഡിഗപ്പ് ചെയ്തെടുക്കണമെന്നാണ്. പക്ഷേ ഇതൊക്കെ കഥ പോലെ പറയാമെന്നല്ലാതെ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ അത്ര എളുപ്പമല്ല. നേരിട്ട് കമാൻഡോ ഓപ്പറേഷനിലൂടെ മെറീനുകളെ നിരത്തിക്കൊണ്ട് ഫിസൈൽ മെറ്റീരിയൽ കൊണ്ടുപോവുക. അപ്പം മിസൈലുകൾ നേരിട്ട് ചെന്ന് തകർക്കുക, ഫിസൈൽ മെറ്റീരിയൽ, ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം തകർക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഒരു പക്ഷേ അത്ര എളുപ്പം നടക്കില്ല. പരമാവധി നടക്കുന്നത് കാർഗ് ഐലൻഡോ മറ്റു ചില ദ്വീപുകളോ പിടിച്ചെടുത്തുകൊണ്ട് തങ്ങൾ ചിലത് പിടിച്ചെടുത്തു, അത് വെച്ചുകൊണ്ട് ഇനി വിലപേശാം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറാന് നേരെ ഒരു സന്ദേശം അയക്കും. ഇറാനും ഒരുപക്ഷെ സന്ദേശം നൽകാം. കാരണം ഞങ്ങൾ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും, ഹോർമൂസിലെ കപ്പം പിരിക്കുക എന്നതൊക്കെ ഞങ്ങൾ ഒരുപക്ഷെ വേണ്ട എന്ന് വെച്ചേക്കാം, ഒരു മഹാമനസ്കത പോലെ വേണ്ട എന്ന് വെച്ചേക്കാം. അതുകൊണ്ട് തൽസ്ഥിതി തുടരത്തക്ക രീതിയിൽ നിങ്ങൾ പുറത്തു പോകണം, യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം ഇനി ഉണ്ടാവില്ല എന്ന ഗ്യാരൻറ്റി ഞങ്ങൾക്ക് നൽകണം. ഒരുപക്ഷെ നഷ്ടപരിഹാരം എന്ന ഫോർമുലയിൽ നിന്നും ഇറാൻ തിരിച്ചു പോയേക്കാം. അപ്പം അങ്ങനെ പിന്നെ അവസാനം നമ്മൾ ചോദിക്കും, എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്ന് വരെ നമ്മൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് കരയുദ്ധത്തിൻ്റെ ഫ്യൂട്ടിലിറ്റി, നിരർത്ഥകത ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്.